സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ, സ്നേഹത്തിന്റെ ഈസ്റ്റർ ആശംസകൾ. യേശുക്രിസ്തു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നുള്ള സത്യം നിങ്ങൾ അറിയുക. കാരണം നമുക്ക് നിത്യജീവൻ നൽകാനായിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് സന്തോഷത്തിന്റെ കാലമാണ്, ആഘോഷത്തിന്റെ കാലമാണ്. എന്തെന്നാൽ രാത്രി കഴിഞ്ഞിരിക്കുന്നു, പകൽ സമീപിച്ചിരിക്കുന്നു, രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്നല്ല, രക്ഷ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഹൃദയമില്ലാതെ വചനങ്ങൾ വ്യാഖ്യാനം നടത്തി കാത്തിരുന്നവരുമെല്ലാം യേശുക്രിസ്തുവിനെ ഒന്നാം വരവ് വന്നപ്പോൾ സ്വീകരിച്ചിട്ടില്ല. കാരണം എന്തെന്നാൽ അവർ പലതരത്തിൽ അതരം കൊണ്ട് പറഞ്ഞുകൊണ്ട് വാചകത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർ പലതരത്തിൽ വ്യാഖ്യാനം നടത്തിയത് അവരുടെ ഉള്ളിലുള്ള പിശാച് മാത്രമാണ്. കാരണം അവരുടെ ഹൃദയം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല യേശുക്രിസ്തു വന്നത്. അതിനാൽ തന്നെ അവർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയുക. തീർച്ചയായിട്ടും യേശുക്രിസ്തു രണ്ടാം വരവ് ഭൂമിയിൽ വന്നിരിക്കുന്നു. ഇനി പ്രത്യക്ഷമാകാനേ ഉള്ളൂ. എങ്ങനെയാണ് സത്യത്തെ സ്വീകരിക്കേണ്ടത്, എന്താണ് സത്യത്തെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം, എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കാണുന്ന പുരോഹിതന്മാരും ഗവേഷണം നടത്തുന്നവരും എല്ലാം ചെയ്യുന്നത് ഒന്നാമത്തെ കൽപ്പന തന്നെ പാലിക്കാതെ ഇരുട്ടിലായിരിക്കുകയാണ്. എന്നിട്ട് ഓരോ വശങ്ങൾ അവർ പറയുകയാണ്. അത് കുരുടൻ ആനയെ കണ്ട പോലെ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടിത്തറ തന്നെ ഇല്ലാതെ ആയിരിക്കുകയാണ്. എന്താണ് അടിത്തറ? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണം. ആദ്യമായിട്ട് ഹൃദയമാണ് ഉണരേണ്ടത്. ഹൃദയം കൊണ്ടാണ് സ്വീകരിക്കേണ്ടത്. അതിന് തീർച്ചയായിട്ടും ഹൃദയം ഉണരേണ്ടതുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും. ഇവിടെ വളരെ വ്യക്തമാണ്. ഹൃദയം ഉണർന്നു കഴിഞ്ഞാൽ അടുത്തതാണ് ആത്മാവ് ഉണരൽ. പൂർണ്ണ ശക്തിയോടും. നമ്മുടെ ആത്മാവിന്റെ സഹായ ഫംഗ്ഷനുകളുണ്ട്. ആ ശക്തികൾ ഉണരണം. ഇങ്ങനെയാണ് ദൈവത്തെ സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ രക്ഷ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുങ്ങിയിരിക്കും. ആകാംക്ഷപൂർവ്വം അവനെ കാത്തിരിക്കുന്നവരും, ആകാംക്ഷപൂർവ്വം ഒരുങ്ങിക്കൊണ്ട് അവനെ കാത്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഹൃദയപൂർവ്വം സ്വീകരിക്കണം, ഹൃദയപൂർവ്വം കാത്തിരിക്കണം. സുഹൃത്തുക്കളെ, ഹൃദയമെന്ന് ഇപ്പോൾ പലരും പറയും. ഹൃദയം കൊണ്ട് അതരം കൊണ്ട് പറയുന്നവർ വരും. അവരൊക്കെ ഹൃദയം 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 എന്ന് വെറുതെ വാചകം കൊണ്ട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ നോക്കുന്നത് അവരുടെ ബുദ്ധിയും അവരുടെ ഗവേഷണവും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ളവരുടെ ദർശനങ്ങളും. അതൊന്നും ഹൃദയത്തിൽ നിന്നുള്ളതല്ല, അവരുടെ മനസ്സിൽ നിന്നും ഉള്ളതാണ്. ഹൃദയം എന്നാൽ നമ്മുടെ മനസ്സിനും ചിന്തക്കും ഭാവനക്കുമൊക്കെ അതീതമായിട്ടുള്ള സ്ഥലമാണ്. പ്രധാനപ്പെട്ട കൽപ്പനയായിട്ടുള്ള ആദ്യമായി ചെയ്യേണ്ട ഹൃദയം എന്നത് വെറുതെ ചുമ്മാ വാഴ കൊണ്ട് പറയുന്നതല്ല. ഹൃദയം ഉണരേണ്ടതുണ്ട്. അത് ഉണരുന്ന പ്രോസസ് ഉണ്ട്. നമുക്കറിയാം, എല്ലാവരും നിലവിലുള്ള ഇവിടെയുള്ള എല്ലാ മതങ്ങളും വചനങ്ങളും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ വായിൽ മാത്രമായി. കാരണം യഥാർത്ഥ വചനം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, മറ്റു ഹൃദയങ്ങളിലേക്ക് ആ വെളിച്ചത്തെ കൈമാറുകയാണ് അവിടുന്ന് ചെയ്തത്. തീർച്ചയായിട്ടും അവസാന കാലത്തെ ഒരുക്കങ്ങൾ നടക്കലും അണിഞ്ഞൊരുങ്ങലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഗുരുവര്യൻ ദൈവിക പ്രഭ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ദൈവിക നാമം ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ട് അതിന്റെ ദിവ്യ വെളിച്ചം, ദൈവിക ദിവ്യ പ്രകാശം ഹൃദയത്തിലേക്കാണ് കൈമാറൽ. ഇങ്ങനെയാണ് അവിടെ കൈമാറിക്കഴിഞ്ഞാലാണ് ഒരു മനുഷ്യന്റെ ആത്മാവ് ഉണരുന്നത്, മറ്റു ഫംഗ്ഷനുകൾ ഉണരുന്നത്. അതിനെല്ലാം ശേഷമാണ് ഒരു മനുഷ്യന്റെ ദൈവികമായിട്ടുള്ള ദൈവിക ദർശനം നടക്കുന്ന ഇടം ആത്മാവ് ഉണരുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് പ്രോസസ്. ഇങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്. എന്നാൽ എങ്ങനെയാണ് ഈ ദൈവിക നാമം ഹൃദയത്തിൽ പ്രവേശിക്കൽ? ആദ്യം നമ്മുടെ ബാഹ്യമായ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ദൈവിക നാമമായി മാറും. നമ്മുടെ രക്തത്തിൽ മുഴുവൻ ദൈവിക നാമമായി മാറും. നമ്മുടെ ഓരോ കോശവും നിർമ്മിക്കുന്നത് ദൈവിക പ്രകാശം കൊണ്ടായി മാറും. ഇതാണ് ദൈവത്തിന്റെ മുദ്ര. ദൈവത്തിന്റെ മുദ്ര, ദൈവത്തിന്റെ പ്രകാശം നമ്മിൽ പതിക്കുകയാണ്. സുഹൃത്തുക്കൾ, അതിനുശേഷം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഭാവനക്കും ഒക്കെ അതീതമായിട്ടുള്ള ആത്മഹൃദയം ഉണരാൻ തുടങ്ങും. ഇങ്ങനെയാണ് കണക്ഷൻ ആകുന്നത്. ഇങ്ങനെ എല്ലാത്തിനെയും ഉണർത്തിക്കൊണ്ടാണ് ഇവിടെ രക്ഷയ്ക്കുള്ള അണിഞ്ഞൊരുങ്ങൽ നടത്തേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഒരുങ്ങൽ. സുഹൃത്തുക്കളെ, ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വേലിക്കെട്ടുകളില്ല. യഥാർത്ഥത്തിൽ മനുഷ്യരിലേക്കാണ് യേശുക്രിസ്തു വരുന്നത്, ജീസസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അണിഞ്ഞൊരുങ്ങൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് സത്യത്തെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം. നിങ്ങളുടെ ബാക്കിയുള്ള മാനദണ്ഡങ്ങളെല്ലാം സംശയത്തിന്റെ നീരിൽ പോയി നിൽക്കും. കാരണം അതിൽ ഹൃദയമില്ല. ഹൃദയം എന്നത് ദൈവത്തോടുള്ള കണക്ഷനാണ്. ഹൃദയം തുറന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോട് കണക്ഷനാവും. ഈ കണക്ഷനിലാണ് സത്യത്തെ തിരിച്ചറിയൽ. അത് സ്നേഹമാണ്. അത് ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ റിയൽ ലവ് ആണ്. സ്നേഹം ഉറപ്പാണ്. സ്നേഹമാണ് സത്യം, സത്യം ഉറപ്പാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ അണിഞ്ഞൊരുങ്ങൽ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ ലോകം ഭൗതികമായിട്ടുള്ള ലോകമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മുടെ ശരീരവും നമ്മുടെ ഭൂതാത്മാവും, അതായത് നമ്മൾ ആഗ്രഹവും ഭയവും ഒക്കെ ജനിപ്പിക്കുന്ന നമ്മുടെ ഭൂതാത്മാവും ഇവിടുത്തെ വാഹനമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പരിശോധിച്ചാൽ അറിയാം, പതിറ്റാണ്ടുകളായി ഇവിടെ പൈശാചിക എനർജി കൂടുകയാണ്. ലൂസിഫറിന്റെ എനർജിയും അവന്റെ പ്രവർത്തനങ്ങളും പൈശാചികമായ ചതികളും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം ഇവിടെ ഇരുണ്ട കാലമായിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇരുണ്ട കാലമായത്? മാനവ ഹൃദയങ്ങളിൽ നിന്ന്, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ദൈവിക നാമമില്ലാതെയായി. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചമില്ലാതെയായി, പ്രകാശമില്ലാതെയായി ഹൃദയം അടഞ്ഞുപോയി. ഇവിടെയുള്ള പണ്ഡിതരും ഗവേഷണം നടത്തുന്നവരും നമ്മൾ പറഞ്ഞ
കുരുടൻ ആനയെ കണ്ട പോലെ പലതും പറയുന്നവരും വ്യാഖ്യാനിക്കുന്നവരൊക്കെ യഥാർത്ഥ അടിത്തറ വരെ ഇല്ലാത്തവരാണ്, ദൈവത്തോട് കണക്ഷൻ ഇല്ലാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആദ്യം നടക്കേണ്ട സംഭവം ദൈവത്തിന്റെ മുദ്ര ഹൃദയത്തിലേക്ക് ഇടേണ്ടതുണ്ട്. ഇവിടെയുള്ള എല്ലാ ബാഹ്യമായ ചതികളിൽ നിന്നും എങ്ങനെയാണ് ഒളിച്ചോടൽ? ഈ ലോകം തന്നെ ഭൗതികമാണ്. അപ്പൊ ഭൗതികമല്ലാത്തതാകേണ്ടതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഭൗതികമല്ലാത്തതാകൽ? നമ്മുടെ ഹൃദയത്തിലേക്ക് നാമം പ്രവേശിക്കുമ്പോൾ നാമം മാത്രമല്ല, അതിൽ ദൈവത്തിന്റെ ദിവ്യ വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. ദൈവത്തിന്റെ ഈ ദിവ്യ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തക്കും ഭാവനക്കും അതീതമായിട്ടുള്ള ഹൃദയം ഉണർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആരായി? ഭൗതികതക്കപ്പുറമായി. ഇത് ഭൗതികതക്കപ്പുറമാണ് ആത്മീയ ഹൃദയം. അപ്പോൾ ഇവിടുത്തെ എല്ലാ ലൂസിഫറും എല്ലാ പൈശാചികരും ഭൗതികരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് ആത്മഹൃദയമില്ല. അതായത് ആത്മഹൃദയം ലൂസിഫറിനില്ല, അവന്റെ ശിങ്കടികൾക്കും മണികൾക്കും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഉണർന്നു കഴിഞ്ഞാൽ, ദൈവമായി കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിലായി. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മുദ്ര നമ്മിൽ പതിച്ചു. നമ്മിലേക്ക് ദൈവത്തിന്റെ ദിവ്യ പ്രകാശം, ദിവ്യ വെളിച്ചം നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞാൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ ദിവ്യ പ്രകാശം നമ്മുടെ രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തത്തിൽ മുഴുവൻ അലിയുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരം മുഴുവൻ ദിവ്യ വെളിച്ചമായി മാറും. അപ്പോൾ അവിടെ ദൈവത്തിന്റെ മുദ്രയായി കഴിഞ്ഞാൽ അവിടെ പൈശാചികത മുദ്രക്ക് നിൽക്കാൻ കഴിയില്ല. ഇതാണ് വസ്തുത. കാരണം എന്താണെന്ന് പറയാൻ, ദൈവത്തിന്റെ മുദ്ര അതിനൊക്കെ അതിജയിക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് ആയി കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ഒരു ചതിയും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മഹൃദയം, ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിന് അപ്പുറമുള്ള ആത്മഹൃദയം ഉണരാൻ കഴിഞ്ഞാൽ ദൈവവുമായി നമ്മൾ കണക്ഷനായി. പിന്നെ നമ്മൾക്ക് ഉറപ്പാണ്, ദൈവവുമായി കണക്ഷൻ ആവുകയാണ്, ദൈവവുമായി സ്നേഹമാവുകയാണ്. നമ്മൾ അതരത്തിന്റെ ആളുകളെ പിന്തുടരേണ്ടതില്ല, അതരത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് പോകേണ്ടതില്ല. അടുത്തത് നമ്മുടെ ആത്മാവ് ഉണരാൻ തുടങ്ങും. യഥാർത്ഥ ആത്മാവ് പൂർണ്ണ ആത്മാവോട് കൂടി സ്നേഹിക്കണം. അടുത്തത് നമ്മുടെ ആന്തരികമായിട്ടുള്ള മറ്റു ഫംഗ്ഷനുകൾ, രഹസ്യാത്മാവുണ്ട്, നിഗൂഢാത്മാവുണ്ട്, അതിനിഗൂഢാത്മാവുണ്ട്. ഇതൊക്കെ ഉണരാൻ തുടങ്ങും. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ ഇവിടെയുള്ള ആ ദിവ്യമായിട്ടുള്ള ശക്തി, ദൈവത്തെ ദർശിക്കുന്ന, ദൈവത്തെ കാണുന്ന ആ ശക്തി ഉണരും. തീർച്ചയായിട്ടും ഈ പ്രോസസ്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പ്രാക്ടിക്കലായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രധാനം കൊടുക്കേണ്ടത് ആത്മീയതയൊക്കെയാണ്. ആത്മീയത പഠിക്കുകയും വേണം, അതിന്റെ പ്രോസസ്സുകൾ പഠിക്കണം. അത് പ്രാക്ടിക്കലായി ഉണർത്തുന്ന ഇടത്തേക്ക് എത്തണം. അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള കണക്ഷൻ വരുന്നതും യഥാർത്ഥത്തിലുള്ള ഉറപ്പ് വരുന്നതും യഥാർത്ഥ ഒരുങ്ങൽ നടക്കുന്നതും. സുഹൃത്തുക്കളെ, യേശുക്രിസ്തു ഇവിടെ വരുന്നത് ബാഹ്യമായിട്ടുള്ള എല്ലാ ചതിയും, പൈശാചിക ചതിയെയും എടുത്തു കളയാനാണ്, എടുത്തു വലിച്ചെറിയാനാണ്. തീർച്ചയായിട്ടും ലൂസിഫറിന്റെ എല്ലാ എനർജിയും ആന്റി ക്രിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആന്റി ക്രിസ്റ്റിനെ യേശുക്രിസ്തു ഇല്ലാതാക്കുകയും ഇവിടെ നിന്നുള്ള എല്ലാ ചതികളും പൈശാചികതയും യേശുക്രിസ്തു പ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം ഒരുങ്ങി നിൽക്കുന്നവർ അവനെ സ്വീകരിക്കുകയും തീർച്ചയായിട്ടും അവൻ എല്ലാത്തിനെയും ഇവിടുന്ന് ഉന്മൂലനം ചെയ്യുകയും ഈ ഭൂമിയിൽ സത്യവും നീതിയും സ്ഥാപിക്കുകയും ചെയ്യും. പൈശാചികത അങ്ങനെയാണ് ഉന്മൂലനം ചെയ്യുക. അപ്പോൾ ദൈവത്തിന്റെ പ്രഭ ഉള്ളിലായവർ, ദൈവത്തിന്റെ പ്രഭ ഉള്ളിലായി, ഹൃദയത്തിലായി അവനെ, യേശുക്രിസ്തുവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർ ഒരിക്കലും ബാഹ്യമായിട്ടുള്ള ചതിയെ പേടിക്കില്ല. അവർക്ക് എവിടെയും പേടിച്ചു ഓടേണ്ടതില്ല. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് കാട്ടിൽ പേടിച്ചു ഓടണം എന്നൊക്കെ. അവർക്ക് എന്താണ്? അവർ ദൈവത്തിന്റെ നാമം ഹൃദയത്തിലായിട്ടില്ല. കാരണം ഇവർ പറയുന്ന ചതി കാട്ടിൽ പോയാലും ഉണ്ടാകും. കാടല്ല, എല്ലാ ഇടങ്ങളും ട്രാപ്പിലാണ്. എല്ലാ ഇടങ്ങളും നോട്ട് ചെയ്ത് ഓരോ ചെറിയ ഇടങ്ങൾ വരെ ട്രാപ്പിലായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ നാമം നമ്മുടെ ഉള്ളിൽ, ദൈവത്തിന്റെ നാമത്തോടൊപ്പം ഈ ദിവ്യ വെളിച്ചം പ്രവേശിക്കുന്നുണ്ട്. ആ പ്രകാശം പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ ചതികളും നമ്മളിൽ നിന്ന് എടുത്തു കളയും. ഇപ്പൊ നിങ്ങൾ ബാഹ്യമായിട്ട് പറയുന്ന പല ചതികളും മുദ്രകളും മാത്രമല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ പോലും നിങ്ങളിലേക്ക് ചതി കയറ്റുന്നുണ്ട്. അതിനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് അതിജയിക്കല്? ഈ നാമം ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഇത് ആഘോഷത്തിന്റെ കാലമാണ്, ആനന്ദത്തിന്റെ കാലമാണ്, യേശുക്രിസ്തുവിൽ ആനന്ദിക്കുന്ന കാലമാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഹൃദയത്തിന്റെ ആളുകളോടാണ്, ഹൃദയത്തിലേക്ക് നാമം പ്രവേശിച്ചവരോടാണ്. എല്ലാത്തവർ പേടിക്കും, എല്ലാത്തവർ പൈശാചികരെ പേടിക്കുന്നവരായിരിക്കും. ഇവർ പൈശാചികരെ, യഥാർത്ഥ നാമം ഉള്ളിൽ പ്രവേശിച്ചവർ പൈശാചികരെ അതിജയിക്കുന്നവരായിരിക്കും. മറ്റൊരു നാമം ഹൃദയം എന്നൊക്കെ പറയുന്നതടക്കം നാവിലാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ കാണുന്ന, ദൈവത്തെ കാണാനടക്കം ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനപ്പുറമുള്ള ഈ നമ്മൾ പറഞ്ഞ ആത്മീയതക്കും അപ്പുറമുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തു വരുന്നത് സ്വർഗരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, സ്വർഗത്തിന്റെ ആളുകളാണ് അതിലേക്ക് പോലെ. എന്നാൽ യേശുക്രിസ്തു വരുന്നത്, അവൻ സ്ഥലമൊരുക്കി വരുന്നത് ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകാനാണ്. അത് സ്വർഗരാജ്യത്തിനും അപ്പുറമുള്ളതാണ്. അതൊന്നും ആർക്കും ഇവിടെ അറിയില്ല. കാരണം കാലത്തിന്റെ സന്ദേശം ലഭിക്കുന്നവരെ എല്ലാവരും സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അവരുടെ ഭൂതാത്മാവിന്റെ തോന്നലുകളിൽ ഗവേഷണം നടത്തുന്നവരെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് വന്ന രക്ഷയുടെ കപ്പലിലാണ് നിങ്ങൾ കയറേണ്ടത്. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് വന്ന രക്ഷയുടെ കപ്പൽ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദ് യൂനുസ് അൽ ഗോഹർ മതജാതി വ്യത്യാസമില്ലാതെ മാനവരാശിയെ, ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാക്കളുടെ സമാഗമമാണ്. ആ ആത്മാക്കൾ അവിടേക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടും. ആ റിയൽ ആത്മാക്കളും അവിടേക്ക് എത്തിപ്പെടും. തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ഒരുങ്ങലുകൾ ഇതൊക്കെ ഉണർത്തുകയാണ്. ഈ കുരിശ് വഹിച്ചുകൊണ്ടാണ് ഒരുങ്ങൽ നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറമുള്ള ദൈവരാജ്യത്തേക്കുള്ള വിത്തും ഇടുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ അപ്പുറം അവനെ പോലെ തന്നെ ആക്കിക്കൊണ്ട് ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവനെ പോലെ തന്നെ ആക്കണം. അപ്പോൾ രക്ഷ ഇവിടെ പൂർണ്ണമായിട്ടും യേശുക്രിസ്തു ഇവിടെ പ്രത്യക്ഷനാകുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ അവനെ സ്വീകരിക്കും. തീർച്ചയായിട്ടും അന്നേരം ആ പ്രോസസ്സ് നടക്കും. അവനെ പോലെ ആക്കിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുങ്ങിയിരുന്നു കൊണ്ട്
ഒരുങ്ങിയിരുന്നു കൊണ്ട് യഥാർത്ഥ ആന്തരികമായിട്ടുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് യഥാർത്ഥ ദൈവികമായ ഉറവിടത്തിൽ നിന്നും ജ്ഞാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്നല്ല, രക്ഷ എത്തിയിരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, എല്ലാം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ പൈശാചികത എനർജിയൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇതാക്കും. നമ്മൾ എവിടെയും ഒളിച്ചോടേണ്ടതില്ല. ദൈവത്തിന്റെ രക്ഷയുടെ കവചം ധരിച്ചവർ ശക്തരാണ്, എല്ലാത്തിനെയും അതിജയിക്കുന്നവരാണ്. തീർച്ചയായിട്ടും യേശുക്രിസ്തു വന്ന് ഇവിടെ നീതി സ്ഥാപിക്കപ്പെടും. ശേഷം ഈ ഭൗതിക ലോകം പിരിച്ചുവിടും. എന്നിട്ട് ശേഷം എല്ലാവരെയും കൊണ്ടുപോകേണ്ട ഇടത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ എടുക്കപ്പെടും എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി